Hello, so welcome to yet another video of Kingdom Life by Sino. So I hope you're ready with a Bible, a notebook, and a pen. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എപ്പോഴും വചനം ഇവിടെ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അത് പോയി പരിശോധിക്കുക. നിങ്ങളുടെ ബൈബിളിൽ ആ വചനം പരിശോധിക്കാനും ധ്യാനിക്കാനുമാണ് നോട്ട്ബുക്ക് റെഡിയാണോ എന്ന് ചോദിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് സമയം കളയാതെ വചനത്തിലോട്ട് പോവാം. ഇന്നത്തെ വചനം ജെയിംസ് 4:7, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വചനം. അവിടെ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Submit yourself therefore to God, resist devil and he will flee from you. ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ പിശാചിനെ എതിർത്ത് നിൽപ്പിൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൗഖ്യത്തിനെ പറ്റിയും സൗഖ്യം ക്ലെയിം ചെയ്യുന്ന അവകാശപ്പെടുന്നതിനെ പറ്റിയും ഉള്ള ഒരു ടോക്കായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിനോട് തുടർച്ചയായിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോടും പിശാചിന്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കണമെങ്കിൽ നീ കടന്നു പോകുന്ന വിഷയങ്ങൾ ആര് മുഖാന്തരമാണ് എന്നൊരു ബോധ്യം ഉണ്ടാവണം. ഇത് ഞാൻ കടന്നു പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ കടന്നു പോകുകയാണെങ്കിൽ അത് ദൈവം മുഖാന്തരമല്ല എന്നൊരു ബോധ്യം ആദ്യം നിന്റെ ഉള്ളിലുണ്ടാവണം. ഇത് ദൈവമല്ല, ഇത് പിശാചാണ് എന്നൊരു വ്യക്തമായിട്ടുള്ള ധാരണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരാണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ നിനക്ക് എതിർക്കാനും നിനക്ക് ഏറ്റെടുക്കാനും സാധിക്കത്തുള്ളൂ. ഇപ്പം നിനക്ക് ഒരുവൻ നിന്റെ നന്മയെ പ്രതി, നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുവൻ നിനക്ക് സമ്മാനം തരുമ്പോ, ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരുമ്പോ, അതിന്റെ പിന്നിൽ നല്ല ഉദ്ദേശമാണെന്ന് നിനക്ക് അറിയുവാണെങ്കിൽ നിനക്കത് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ വേറൊരുവൻ ഒരു ശാപഹേതുവായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരാൻ ശ്രമിക്കുവാണെങ്കിൽ, അത് നന്മയാണെന്ന് നീ തെറ്റിദ്ധരിക്കുവാണെങ്കിൽ, നീ അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും അതിൻ്റെ സ്വാഭാവികമായിട്ട് അതുകൊണ്ടുണ്ടാവുന്ന നാശം നീ അനുഭവിക്കേണ്ടതായിട്ടും വരും. ഇവിടെ വ്യക്തമായിട്ട് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നിനക്ക് ഇത് തരുന്നത് എന്നൊരു ബോധ്യം അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഏകദേശം ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു വചനം വായിക്കാം. ജെറമിയ 29:11, ഇരമ്യാവ് 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ജെറമായ 29:11, ഇരമ്യാവ് 29-ന്റെ 11. For I know the thoughts that I think towards you, saith the Lord, thoughts of peace and not of evil, to give you an expected end. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്.
നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്ന വചനമാണ്, ഐ ഹാവ് മൈ തോട്ട്സ് ഫോർ യു ഇസ് ടു പ്രോസ്പർ യു. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, നിനക്ക് ശുഭഭാവി വരുവാനുള്ള ചിന്തകളാണ്, ആലോചനകളാണ് എനിക്ക് നിന്നെക്കുറിച്ച് ഉള്ളത്. സേവ് ദ ലോർഡ്, യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പം നീ ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുമ്പോൾ, ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ദൈവം തന്ന ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ എന്നെ നന്നാക്കാൻ വേണ്ടി, നേർവഴിക്ക് നടത്താൻ വേണ്ടി ദൈവം തന്ന ഒരു രോഗമായിരിക്കും, ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു വേദനയായിരിക്കും. രോഗം മാത്രമല്ല, ചിലപ്പോൾ ബന്ധങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇത് എന്നെ നന്നാക്കാൻ വേണ്ടി തന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി തന്നതായിരിക്കും എന്നൊരു ധാരണ, അത് മാറിപ്പോണം. ബിക്കോസ് വചനം പറയുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അത് നന്മയ്ക്കുള്ള പദ്ധതിയാണ്, അത് നിന്റെ ശുഭഭാവിക്കുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിക്കാം. ഇതൊരു ഫൗണ്ടേഷൻ, ഒരു ബേസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ വായിക്കുന്നത്. ഒരു ഫൗണ്ടേഷൻ, ഇതിൽ നിന്നേ നിനക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വചനം കൂടി വായിക്കാം. ലൂക്ക 4:18 മുതൽ 18-19 വാക്യങ്ങൾ. ലൂക്ക് 4:18-19. ഇത് യേശു സിനഗോഗില് വചനം, ഐസയ പ്രവചനത്തിൽ നിന്ന് യേശു വായിക്കുന്ന വചനമാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. See, Jesus is reading the Hebrew Bible, the Old Testament Bible in the synagogue. യേശു സിനഗോഗില് ഹെബ്രായ ബൈബിൾ, അതായത് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതിന്റെ ഒരു ഐസയ പ്രവചനത്തിൽ നിന്നൊരു ഭാഗം എടുത്ത് വായിക്കുകയാണ്. അത് ആ വായിക്കുന്ന സമയത്ത് തന്നെ അത് ആ വചനം ഫുൾഫിൽ ചെയ്യാണ്. അപ്പം യേശു വായിക്കുന്നത് ഇതാണ്: ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിക്കാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെനിക്ക് ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ടു പ്രീച്ച് ഡെലിവറൻസ് ടു ദി ഒപ്രസ്ഡ്. ഒപ്രസ്ഡ് ആയിട്ടുള്ളവരെ, പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ അവിടെ ക്ലിയർ ആണ്, പീഡിപ്പിക്കുന്നവൻ ദൈവമല്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡിപ്പിക്കുന്നവരെ ഞാൻ വിടുവിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ളവരെ ആ കെട്ട് അഴിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ, അവിടെ വ്യക്തമാണ് എൻ്റെ ദൈവം അല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയോട് സംസാരിക്കാനിടയായി. ആൻഡ് ഷി വാസ് ടെല്ലിങ് മീ, മേ ബി ആ വ്യക്തി എന്നോട് പറയായിരുന്നു, ചിലപ്പോൾ എൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എന്നെ നന്നാക്കാൻ വേണ്ടി ദൈവം തന്ന ശിക്ഷയായിരിക്കും എന്ന്. സോ ഞാൻ പറഞ്ഞു, നോ, ഹീ ഈസ് എ ഗുഡ് ഗോഡ്. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. നീ നന്നാവണം, അല്ലെങ്കിൽ നീ നേരെയാവണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ
അതിൻ്റെ അർത്ഥം നിന്നെ നശിപ്പിക്കാൻ, നിന്നെ പണിഷ് ചെയ്യാൻ, നിന്നെ ഒപ്രസ് ചെയ്യാൻ, നിന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. Hallelujah. Hallelujah. The oppressor is not God. The oppressor is devil. പീഡിപ്പിക്കുന്നവൻ ദൈവമല്ല. പീഡിപ്പിക്കുന്നവൻ സാത്താനാണ്, പിശാശാണ്. ഈ ഒരു ക്ലിയർ ഡിഫറൻസ് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ഹാവ് ബിൽഡ് ദ ഫൗണ്ടേഷൻ. നിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ആയി കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ബേസ്മെന്റ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്നും, ശാപം വരുന്നത് പിശാശിൽ നിന്നും, സൗഖ്യം വരുന്നത് ദൈവത്തിൽ നിന്നും, രോഗം വരുന്നത് പിശാശിൽ നിന്നും എന്നുള്ള ഒരു ക്ലിയർ ഡിഫറൻസ്, ഒരു ധാരണ നിനക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് came to deliver the oppressed. യേശു വന്നത് പീഡിപ്പിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയിട്ട്, കെട്ടപ്പെട്ടവരുടെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഐ വാസ് അനോയിന്റഡ് ടു ഹീൽ ദി സിക്ക്. രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കാഴ്ചയില്ലാത്തവരുടെ കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നു. കെട്ടപ്പെട്ടവരെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകം, ജോൺ ജി ലേക്ക്, നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ദേവദാസനാണ്. ആ ദേവദാസന്റെ ഒരു ബുക്കിൽ ഞാൻ വായിക്കുകയുണ്ടായി. ഹി വാസ് സേയിങ്, ആ ഒരു വചനം വായിച്ചപ്പോ, ഇപ്പൊ ഞാൻ വായിച്ച ഈ ഐസായ പ്രവചനത്തിൽ നിന്നുള്ള ഈ വചനം വായിച്ചപ്പോ അദ്ദേഹത്തിന് കത്തി, ദാറ്റ് സിക്നെസ് ഇസ് നോട്ട് ഫ്രം ഗോഡ്. രോഗം ദൈവത്തിൽ നിന്നല്ല എന്നെനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ആദ്യം വായിച്ച വചനം, യു റെസിസ്റ്റ് ദ ഡെവിൾ. നീ പിശാശിനോട് എതിർപ്പിൻ, പിശാശിനോട് എതിർത്ത് നിൽക്കുവിൻ എന്ന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഈ രോഗം പിശാശിൽ നിന്നാണെന്ന് നിനക്ക് മനസ്സിലായാലേ ഉള്ളൂ നിനക്ക് എതിർക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് പലരും ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് നൽകിയതാണ് എന്നൊരു ബോധ്യത്തിൽ ഇരിക്കുമ്പോൾ നിനക്ക് ഒരിക്കലും അതിനെ എതിർക്കാൻ പറ്റത്തില്ല. ദൈവത്തിനോട് നീ എങ്ങനെ എതിർക്കും? നിനക്ക് നൽകിയ സമ്മാനം എന്ന് നീ ചിന്തിക്കുമ്പോൾ അതിനെ നീ എങ്ങനെ എതിർക്കും? ദൈവം നിന്നെ നേർവഴിക്ക് നടത്താൻ വേണ്ടി, നിന്റെ വഴി തിരിച്ചു വിടാൻ വേണ്ടി തന്നതാണ് എന്ന് നീ വിശ്വസിക്കുമ്പോൾ അതിനെ നീ എങ്ങനെ എതിർക്കും? നീ അതിനെ ക്യാരി ചെയ്യും, നീ അതിനെ വഹിക്കും. സന്തോഷത്തോടുകൂടി, എന്നെ നന്നാക്കാൻ വേണ്ടി ദൈവം തന്നതല്ലേ എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി നീ അതിനെ വഹിച്ചുകൊണ്ട് നടക്കും. നോ, ഐ വോണ്ട് യു ടു നോ ദാറ്റ് ഗോഡ് പണിഷ്ഡ് സിൻ ഓൾറെഡി. നിന്റെ പാപവും ഈ ലോകം മുഴുവന്റെയും പാപവും ദൈവം മുന്നിന്മേൽ ശിക്ഷിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിൽ ആ ശിക്ഷ നിറവേറ്റി കഴിഞ്ഞു, പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നിന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല്, ഞാൻ ഒരുപാട് ദേവദാസന്മാര് ജയിലുകളിൽ പോയിട്ട് സുവിശേഷം കൊടുക്കും. അപ്പൊ അവിടെ അവര് കൊലപാതകങ്ങളായിരിക്കും, അല്ലെങ്കിൽ പീഡന കേസുകളിൽ ജയിലിൽ പെട്ടുപോയവരായിരിക്കും, ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജയിലിലായിട്ടുള്ളവരായിരിക്കും. പക്ഷെ ദേവദാസന്മാര് പോയിട്ട് അവിടെ സുവിശേഷം കൊടുക്കുമ്പോൾ അവര് അത് ഏറ്റെടുക്കുന്നവരുണ്ട്, ആത്മാവിൽ നിറയപ്പെടുന്നവരുണ്ട്, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. അപ്പം അവര് ഇങ്ങനെ ചിന്തിക്കുമോ? ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, ഓ,
എൻ്റെ പണിഷ്മെന്റിനായിട്ട് ദൈവമായിട്ട് എന്നെ ജയിലിലാക്കിയതായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതും പറയണം, അവരെ കൊണ്ട് ആ പാപം ചെയ്യിച്ചതും ദൈവമായിരിക്കും അല്ലേ? അതുകൊണ്ടിട്ടാണല്ലോ ജയിലിൽ പോയത്, അതുകൊണ്ടിട്ടാണല്ലോ രക്ഷിക്കപ്പെടാൻ ഇടയായത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരാളൊരു കൊലപാതകം ചെയ്തു, അയാൾ ജയിലിൽ പോയി, ജയിലിൽ വെച്ച് അയാൾ രക്ഷിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം ആ കൊലപാതകം ചെയ്യിക്കാൻ തോന്നിച്ചത് ദൈവമാണ് എന്നാണോ? ഹല്ലേലൂയ. നീ പിശാചിനാൽ നീ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നീ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിന്റെ ജീവിതം ഒരു മെസ്സാവും, തകർന്ന ഒരു അവസ്ഥയാവും. പക്ഷെ ആ തകർച്ചയും കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. നീ രോഗത്തിന്റെ ബന്ധനത്തിലൂടെ കടന്നു പോയിട്ട് അത് ആര് നിന്റെ ജീവിതത്തിൽ തന്നാലും, അത് പിശാചിൽ നിന്ന് വന്നതാണെങ്കിലും അതിനെ എടുത്ത് കർത്താവിന് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇത് തന്നത് ദൈവമാണെന്നല്ല. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് വിചാരിക്കാം. തീപിടുത്തം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യും, എല്ലാവരെ രക്ഷിക്കും. എവിടെ തീപിടുത്തം ഉണ്ടായാലും ഇതാണ് പ്രൊസീജിയർ. നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കും, അവർ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യും, ജനങ്ങളെ രക്ഷപ്പെടുത്തും. ഒരു 100 സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി, സെയിം പ്രൊസീജിയർ നടന്നു, ഫയർഫോഴ്സ് വന്നു, രക്ഷിച്ചു, പോയി. പക്ഷെ അവിടെ നിൽക്കുന്ന ജനങ്ങൾ ചിന്തിക്കുവാണ്, എവിടെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിലും ഇതേ ആളുകൾ തന്നെയാണല്ലോ വന്ന് രക്ഷിക്കുന്നത്, ഇനി ഇവരായിരിക്കുമോ തീപിടുത്തം ഉണ്ടാക്കുന്നത് എന്നാരെങ്കിലും ചിന്തിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. തീപിടുത്തം ഉണ്ടാവുമ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കണം എന്നുള്ളത് പ്രോട്ടോകോൾ ആണ്. കാരണം അവരുടെ കയ്യിലാണ് ഈ രക്ഷിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഉള്ളത്, അവരുടെ കയ്യിലാണ് അതിന് പറ്റിയ ഉപകരണങ്ങൾ ഉള്ളത്. അവരുടെ ജോലിയാണ് ആളുകളെ വന്ന് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. അപ്പം നമ്മൾ അവരെ വിളിക്കും. അതിന്റെ അർത്ഥം എവിടെ തീ ഉണ്ടെങ്കിലും ഈ ഫയർ ഫൈറ്റേഴ്സ് വരുന്നു എന്നതിന്റെ അർത്ഥം അവരാണ് ഇത് ചെയ്യുന്നതെന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു നേച്ചറാണ് ഡെലിവറൻസ്. ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് രക്ഷ. ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ് നീ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ വന്ന് രക്ഷിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ ഒരു റോളാണ്. നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ്. അപ്പം നീ ആ പ്രശ്നത്തിൽ നിന്ന് പോരാൻ ദൈവം നിന്നെ സഹായിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇത് ദൈവം തന്നതാണെന്നല്ല. ഹല്ലേലൂയ. ഇത് ആ ഫയർ ഫൈറ്റേഴ്സ് ആണ് ഈ തീപിടുത്തം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എത്ര ഭോഷത്വമാണ്. അതുപോലെ തന്നെയാണ് ഇത് ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് എന്ന് നീ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. He can make your mess into a miracle. ദൈവത്തിന് നിന്റെ മെസ്സി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പടമായിട്ടുള്ള സിറ്റുവേഷൻ, അത് ഏതെങ്കിലും പാപം മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയും ഒരു കുറ്റവും ആയിരിക്കത്തില്ല. നീ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ ആ മെസ്സി തകർന്ന് തരിപ്പടമായിട്ടുള്ള മോശമായിട്ടുള്ള സിറ്റുവേഷനെ ദൈവത്തിന് മനോഹരമാക്കാൻ സാധിക്കും. He can make your mess into a miracle. ഒരു അത്ഭുതമായിട്ട് മാറ്റാൻ സാധിക്കും. നിന്റെ കണ്ണീരിനെ ഒരു ടെസ്റ്റിമണി ആക്കി, ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ സാധിക്കും. There is nothing impossible with God.
ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ബട്ട് യു നീഡ് ടു നോ ഫ്രം വേ യുവർ പ്രോബ്ലം കെയിം. നിനക്കൊരു ധാരണ ഉണ്ടാവണം, ഇത് എവിടെ നിന്നാണ് ഈ പ്രശ്നം വന്നത് എന്നൊരു ധാരണ ഉണ്ടാവണം. ദെൻ യു ക്യാൻ ഫൈറ്റ്. അപ്പം നിനക്ക് യു ക്യാൻ ഫൈറ്റ് ദ ബാറ്റിൽ. നിനക്കത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും, നിനക്കതിനോട് എതിർത്ത് നിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നീ അതിനെ എംബ്രേസ് ചെയ്ത് നീ അതിനെ വാരി പുണർന്ന് ഇത് ദൈവം തന്നതാണ്, എൻ്റെ നന്മയ്ക്കായി തന്നതാണ്, എന്നെ രക്ഷിക്കാൻ തന്നതാണെന്നും പറഞ്ഞ് നീ അതിനെ വഹിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. നോ, ദാറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. സോ നിനക്കൊരു ധാരണ വന്നാൽ ഇത് എൻ്റെ ദൈവം തന്നതല്ല, എൻ്റെ ദൈവം നന്മയുള്ള ദൈവമാണ്, എൻ്റെ ദൈവം സ്നേഹമുള്ള പിതാവാണ്, ദൈവം നമ്മളിൽ തന്നെ ഏറ്റവും നന്മയുള്ള മനുഷ്യരെ തന്നെ ദൈവം വിളിക്കുന്നത് ദുഷ്ടരായ നിങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഭയങ്കര നന്മയുള്ളവരാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ആ നമ്മളെ തന്നെ ദൈവം വിളിക്കുന്നത് ദുഷ്ടരായ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന ദൈവം അവനോടൊപ്പം സകലതും നിനക്ക് നൽകാതിരിക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടന്മാരായിട്ടുള്ള നമ്മളുടെ മക്കൾക്ക് മോശമായിട്ടുള്ളത് കൊടുക്കുവോ? സോ ഹൗ മച്ച് മോർ അവർ ഹെവൻലി ഫാദർ, നമ്മളുടെ പിതാവ് നമ്മൾക്ക് മോശമായിട്ടുള്ളത് നൽകാൻ ആഗ്രഹിക്കുമോ? യേശുവിനെ തന്ന നമ്മുടെ പിതാവ്, അതിനേക്കാളും മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? യേശുവിനെ തന്ന പിതാവ് അവനോടൊപ്പം നിനക്ക് ആവശ്യമുള്ള സകലതും തരത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ചിലര് വിചാരിക്കും, ചിന്തിക്കും, then why you are going through lot of struggles? എന്തുകൊണ്ടാണ്? നീ യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് പ്രശ്നമൊന്നും ഇല്ല, നിന്റെ ജീവിതം സ്മൂത്ത് ആണെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. യു വിൽ ഗോ ത്രൂ പ്രോബ്ലം. അതാണ് യേശു പറഞ്ഞു, ഈ ലോകം, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നിനക്കെതിരായിട്ട് വരും, നിനക്ക് എതിർപ്പുകൾ വരും. യേശു പറഞ്ഞു, ബി ഓഫ് ഗുഡ് ചിയർ, നീ സന്തോഷമായിട്ടിരിക്കുക, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാണെന്ന്. യു ഡോണ്ട് ഹാവ് ടു വറി, യു ഡോണ്ട് ഹാവ് ടു പാനിക്, യു ഡോണ്ട് ഹാവ് ടു സ്ട്രെസ് യുവർ സെൽഫ് ഔട്ട്. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശു ഈ ലോകത്തെ ജയിച്ചവനാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, യേശുവിന്റെ പാപപരിഹാര ബലിയിൽ അവൻ നമ്മളുടെ ശാപങ്ങൾ മാറ്റി, നമ്മളുടെ രോഗങ്ങൾ മാറ്റി. ഐസയ പ്രവചനം 53:4 പറയുന്ന ഹി ബോർ അവർ ഗ്രീവ്സ്. ഗ്രീവ്സ് എന്ന് പറയുമ്പം അതിന്റെ മലയാളത്തിൽ പറയുന്നത് രോഗങ്ങൾ. ഹി ബോർ അവർ ഗ്രീവ്സ്. നമ്മളുടെ രോഗങ്ങൾ അവൻ പേറി, നമ്മളുടെ രോഗങ്ങൾ അവൻ പേറി, നമ്മളുടെ ശാപങ്ങൾ അവൻ പേറി, നമ്മളുടെ പാപങ്ങൾ അവൻ പേറി, നമ്മളുടെ മരണം അവൻ പേറി, നമ്മളുടെ ദാരിദ്ര്യം അവൻ പേറി. പക്ഷെ ഒരു കാര്യം ആ ലിസ്റ്റിലില്ല, പെർസിക്യൂഷൻ. യേശുവിനെ പ്രതിയുള്ള പീഡനം, ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി അറ്റോൺമെന്റ്. ആ ഒരു ബോധ്യം നമ്മൾക്ക് വേണം. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തെ പ്രതി നിനക്ക് എതിർപ്പുകൾ ഉണ്ടാവും. യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശുവിനെ സ്വീകരിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മനുഷ്യർ നിന്നെ എതിർക്കും, പെർസിക്യൂട്ട് ചെയ്യും, പീഡിപ്പിക്കും. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദിസ് ജേർണി. അത് പാപപരിഹാര ബലിയുടെ ഭാഗമല്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ നമ്മുടെ ഇന്നത്തെ വിഷയം, ഹൗ ഡു യു റെസിസ്റ്റ് ദിസ് ഡാർക്ക്നെസ്? നീ എങ്ങനെയാണ് ഈ പിശാചിനെ എതിർത്ത് നിൽക്കുന്നത്? ഞാൻ ഇതിൽ മുഴുവനും തുടക്കം മുതൽ പറഞ്ഞ ഒരു വചനമാണ് യാക്കോബിന്റെ 4:7. യു സബ്മിറ്റ് ടു ഗോഡ് ആൻഡ് റെസിസ്റ്റ് ഡെവിൾ. നീ ദൈവത്തിനോട് കീഴ്പ്പെട്ടിരിക്കുവിൻ, പിശാചിനെ എതിർത്ത് നിൽപ്പിൻ. പിശാചിനെ മാത്രമല്ല, പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പിൻ. അവൻ തരുന്ന കാര്യങ്ങളെ എതിർത്ത് നിൽപ്പിൻ. ഹൗ ഡു യു ഡു ദാറ്റ്? നീ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മൾ വിശുദ്ധമായ ജീവിതം നയിച്ചിട്ടാണോ? പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിട്ടാണോ നീ എതിർത്ത് നിൽക്കുന്നത്? നീ എല്ലാം തികഞ്ഞവനായിട്ട് ജീവിതം വെച്ചിട്ടാണോ എതിർത്ത് നിൽക്കുന്നത്? നോ. നിനക്ക് വീഴ്ചകൾ ഉണ്ടാവും, തളർച്ചകൾ ഉണ്ടാവും. ബിക്കോസ് യു ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ്. നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നീ വീഴും, നീ വീണ്ടും എഴുന്നേൽക്കും, നീ കർത്താവിനെ ആശ്രയിക്കും, വീണ്ടും വീഴും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. അതിൻ്റെ അർത്ഥം തോന്നിയ പോലെ നമ്മൾക്ക് ജീവിക്കാം, എന്തും ചെയ്യാം എന്നല്ല. അങ്ങനെയല്ല. നിന്റേതായിട്ടുള്ള വർക്ക്സോ, നിന്റേതായിട്ടുള്ള പ്രവൃത്തികളോ, നിന്റേതായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടിട്ടല്ല ഒന്നും. ആദ്യം ഒരു ബോധ്യം വേണ്ടത് അവന്റെ പ്രവൃത്തി മുഖാന്തരം, വാട്ട് ഹി ഡിഡ് ഓൺ ദി ക്രോസ്, അവൻ കുരിശിൽ ചെയ്തത് മുഖാന്തരം ആണ് നീ എതിർക്കുന്നത്. എൻ്റേതായിട്ടുള്ള നമുക്ക് പുകഴുവാൻ, നമ്മൾക്ക് എന്താ പറയാൻ ഒന്നുമില്ല. എൻ്റെ പ്രാർത്ഥന, ചിലർ പറയും ഞാൻ പ്രാർത്ഥിച്ച് ഇതങ്ങ് നേടിയെടുത്തു. നോ നോ നോ, യു നോ, ദാറ്റ് ഡസൻറ്റ് മീൻ ഡോണ്ട് പ്രേ. യു നീഡ് ടു പ്രേ. പക്ഷേ അതുകൊണ്ട് പോലും അല്ല നീ ദൈവത്തിനെ കൊണ്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിന്റേതായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടാണെന്ന് വിചാരിക്കരുത്. It's only because you received Jesus and Jesus lives inside of you. യേശുവിനെ നീ സ്വീകരിച്ചപ്പോ, യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് പിതാവ് നിന്നെ നോക്കുമ്പോ കാണുന്നത് യേശുവിനെയാണ്. അതുകൊണ്ടിട്ടാണ് അവൻ നിനക്ക് വേണ്ടി ചലിക്കുന്നത്. ഹല്ലേലൂയ. പിതാവ് നിന്നെ നോക്കുമ്പോൾ കാണുന്നത് യേശു നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പിതാവ് നിനക്ക് വേണ്ടി ചലിക്കുന്നത്. നിന്റേതായിട്ടുള്ള യാതൊരുവിധ എഫേർട്ടോ, നിന്റേതായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് പോലും ആണെന്ന് പറയരുത്. നോ. ബിക്കോസ് ജീസസ് ലിവ്സ് ഇൻസൈഡ് ഓഫ് യു. ക്രൈസ്റ്റ് ഇൻ യു ഇസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. നിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവാണ് മഹത്വത്തിന്റെ പ്രത്യാശ. When Father looks at you, he sees Jesus. പിതാവ് നിന്നെ നോക്കുമ്പോ അവൻ യേശുവിനെ കാണുന്നു. He don't see your failures. അവൻ നിന്റെ കുറവുകൾ കാണുന്നില്ല, നിന്റെ വീഴ്ചകൾ കാണുന്നില്ല, നിനക്ക് തെറ്റു പറ്റുന്നത് കാണുന്നില്ല. He sees Jesus. Hallelujah. So how do you resist devil? നീ എങ്ങനെ ഈ പിശാചിനെ എതിർത്ത് നിൽക്കും? എങ്ങനെ ഈ രോഗത്തെ എതിർത്ത് നിൽക്കും? Know that you are a son. നീ പിതാവിൻ്റെ മകനാണ്, മകളാണ് എന്ന് അറിയുക, ഒരു ബോധ്യമുണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. See, ധൂർത്തനായ പുത്രൻ അവൻ മടങ്ങി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നപ്പോ
ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പിതാവ് അവനെ വാരി പുണർന്നല്ലാണ്ട്, ഹി വാസ് വെയിറ്റിംഗ് വിത്ത് എൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആം. തുറന്ന കരങ്ങളുമായിട്ട് പിതാവ് കാത്തു നിൽക്കുമായിരുന്നു. എന്തിനാ? ടു ഹഗ് ഹിം, അവനെ വാരി പുണരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, പിതാവ് അവിടെ ഒരിക്കലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല, നീ എന്തിനാ എന്നെ വിട്ടു പോയത്, നീ എന്തിനാ ഇറങ്ങിപ്പോയത്, അതുകൊണ്ടിട്ടല്ലേ നീ ആ കഷ്ടതയിലൂടെ പോണ്ടി വന്നത്, അതുകൊണ്ടിട്ടല്ലേ നീ ഇതെല്ലാം നേരിടേണ്ടി വന്നത് എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല, എന്നൊരു വാക്കുപോലും കുറ്റപ്പെടുത്തിയില്ല. നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ വീഴുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് പറ്റുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഈ പിതാവ് നമ്മളെ പണിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി, നമ്മൾ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് നമ്മുടെ പലരുടെയും മനസ്സിൽ. നോ, he is just waiting with an outstretched arm. പിതാവ് നിന്നെ വാരി പുണരാൻ, നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു പിതാവാണ്. He want you back. അവിടെ മൂത്ത ജ്യേഷ്ഠൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു ആടിനെ പോലും മുറിച്ചിട്ടില്ല. പക്ഷെ തോന്നിയ പോലെ നടന്ന് അവൻ തിരിച്ചു വന്നപ്പോ അവന് വേണ്ടിയിട്ട് ഇത്രയും അറേഞ്ച്മെന്റ്സ് അവന് മനസ്സിലായില്ല. സി, ഇറ്റ് seemed unfair to him. ഇപ്പൊ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മകൻ മരിച്ചതായിരുന്നു, ഇപ്പോ അവൻ ജീവിക്കുന്നു. ദാറ്റ് ഈസ് ദ ഫാദേഴ്സ് ഹാർട്ട്. ഇതാണ് പിതാവിന്റെ ഹൃദയം. അവൻ നീ ഏത് അവസ്ഥയിലാണെന്നുള്ളതല്ല അവൻ നോക്കുന്നത്, നീ തിരിച്ചു വരുന്നുണ്ടോ, നീ ഒന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ. ദാറ്റ് ഈസ് വാട്ട് ഹി എക്സ്പെക്ട്സ് ഫ്രം യു. അത് മാത്രമാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നോ ദാറ്റ് യു ആർ എ സൺ. നീ പിതാവിന്റെ മകനാണ് എന്ന് നീ അറിയണം, നീ പിതാവിന്റെ മകളാണ് എന്ന് നീ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അധികാരം എന്താണ് എന്നൊരു ബോധ്യം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുത്രൻ മടങ്ങി വന്നപ്പോഴത്തേക്കും പിതാവ് അവന് മോതിരം മടക്കി കൊടുത്തു, അവന്റെ വസ്ത്രം മടക്കി കൊടുത്തു, അവന് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ഗോ ടു യുവർ ഫാദർ. നീ നിന്റെ പിതാവിന്റെ പക്കലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. ഹല്ലേലൂയ. നോ ദാറ്റ് യു ആർ എ സൺ ആൻഡ് എ ഡോട്ടർ. നീ പുത്രിയാണെന്ന്, പുത്രനാണെന്ന് ഒരു ബോധ്യമുണ്ടാവുക. അവിടെയാണ് അധികാരം ഇരിക്കുന്നത്, അവിടെയാണ് നിനക്ക് എതിർക്കാനുള്ള ധൈര്യം വരുന്നത്, അവിടെയാണ് നിനക്ക് എതിർക്കാനുള്ള ബോൾഡ്നെസ് വരുന്നത്, അവിടെയാണ് നിനക്ക് ജ്ഞാനം വരുന്നത്. ഇതാരിൽ നിന്നാണ് ഈ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള ജ്ഞാനം വരുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഇൻ ദ ഫാദേഴ്സ് ഹൗസ്. അതാണ് യേശു യോഹന്നാൻ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു, അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. നീ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും. ശാഖകള് മുന്തിരിവള്ളി മുഖാന്തരം അല്ലാതെ ഫലം കായ്ക്കാത്തതുപോലെ നീ എന്നിലൂടെ അല്ലാതെ നിനക്ക് ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. യു അബൈഡ് ഇൻ മീ. അതാണ് സീക്രട്ട്. നീ എന്നിൽ ചേർന്നിരിക്കുക, നീ എന്നിൽ വസിക്കുക. ഹല്ലേലൂയ. അവിടെ നിനക്ക് അധികാരമുണ്ട്, അവിടെ നിനക്ക് എതിർക്കാനുള്ള ബോൾഡ്നെസ് ഉണ്ട്, എതിർക്കാനുള്ള ബലമുണ്ട്, ശക്തിയുണ്ട്. യു അബൈഡ് ഇൻ മീ. നീ എന്നിൽ വസിക്കുക. നിങ്ങൾ ട്രാഫിക് സിഗ്നലിൽ കിടക്കുമ്പോൾ ട്രാഫിക് പോലീസ് ഉണ്ട്. ട്രാഫിക് പോലീസ് വന്നിട്ട് ഒരു ലോറി പാഞ്ഞു വരുവാണ്. നീ പോയി നടുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ആ ലോറി നിൽക്കത്തില്ല. പക്ഷെ ഒരു ട്രാഫിക് പോലീസ്, ഒരു യൂണിഫോമിലുള്ള ട്രാഫിക് പോലീസ്
വന്നിട്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുമ്പോൾ ആ സെക്കൻഡിൽ ആ ലോറി നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ പോലീസ് ഈ ലോറിനെ നിർത്താൻ വേണ്ടിയിട്ട് ഉടനെ ഫോൺ വിളിക്കത്തില്ല. എവിടെ? ഗവർണറിനെ ഫോൺ വിളിക്കത്തില്ല, അല്ലെങ്കിൽ മേയറിനെ ഫോൺ വിളിക്കത്തില്ല. അതെ, ഒരു ലോറി വരുന്നു, ഇതിനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഒന്ന് ഇവരെ വിളിച്ച് പറയാമോ എന്ന് ചോദിക്കാറില്ല. ആ ലോറി ഡ്രൈവർ ആ യൂണിഫോം കാണുമ്പോൾ, ആ സ്റ്റോപ്പ് സിഗ്നൽ കാണുമ്പോൾ, അയാളുടെ എംബ്ലം കാണുമ്പോൾ അയാൾക്കറിയാം ദിസ് മാൻ ഈസ് ഇൻ അതോറിറ്റി, ഈ മനുഷ്യൻ അധികാരത്തിലുള്ള മനുഷ്യനാണ് എന്നറിയാം. അതുകൊണ്ട് അവർ നിർത്തിയേ മതിയാവത്തുള്ളൂ. യു ഗെറ്റ് മീ വാട്ട് ഐ എം സേയിങ്? നിന്നെ കാണുമ്പോൾ നിനക്ക് അറിയാം എന്ന് പിശാചിന് അറിയാമെങ്കിൽ അവൻ നിന്നെ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. നീ ആരാണ് എന്ന് നിനക്കറിയാമെന്ന് പിശാചിന് അറിയാമെങ്കിൽ അവൻ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെയും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെയും റെക്കമെൻഡേഷന് പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിക്കോസ് ഐ ആം എ ഡോട്ടർ, അല്ലെങ്കിൽ ഐ ആം എ സൺ, ബിക്കോസ് ഞാൻ പുത്രിയാണ്, ഞാൻ പുത്രനാണ്. ഈ ഒരു ബോധ്യം നിനക്കിന്ന് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഈ ഒരു ബോധ്യം. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബട്ട് whosoever received Jesus, for them he gave the power to become the sons of God. ആരൊക്കെ ക്രിസ്തുവിനെ സ്വീകരിച്ചോ അവർക്കൊക്കെയും ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശം ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണോ? യേശുവിനെ സ്വീകരിച്ചവരാണോ? യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചവരാണോ? ഹല്ലേലൂയ. അവരുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശമുണ്ട്. അവർക്ക് പിശാചിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വചനത്താൽ നിനക്ക് എതിർക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു സർവായുധവർഗം, അതൊന്നും ഞാൻ പറയുന്നില്ല, അതില് ഒഫെൻസീവായിട്ട് നൽകിയിരിക്കുന്ന ഒരു വെപ്പണേ ഉള്ളൂ, ദാറ്റ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് പിശാചിനെ എതിർക്കാൻ നൽകിയിരിക്കുന്ന ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് ഈ വചനമാണ്. ഹല്ലേലൂയ. യേശു അത് എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ കാണാം. പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ട് അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും അത്ര ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ എഴുതപ്പെട്ട വചനം നിനക്ക് ആയുധമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ എഴുത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് അത് മാറണം. ഹല്ലേലൂയ. അത് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് ഈ എഴുത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് അത് മാറുമ്പോൾ അത് നിനക്ക് ആ തക്ക സമയത്ത് ഉപയോഗിക്കാനുള്ള ആയുധമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നീ ഇതിനെപ്പറ്റി ഞാൻ തലയിലുള്ള ഒരു അറിവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹൃദയത്തിലുള്ള ഒരു നോയിങ്, ഹൃദയത്തിലുള്ള ഒരു ഉറപ്പിന്റെ കാര്യമാണ് പറയുന്നത് ഈ വചനത്തിൽ. തലയിൽ നിനക്ക് ഒരുപാട് കുത്തി നിറച്ച് മനപ്പാടമാക്കി പഠിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഹൃദയത്തിലുള്ള ഒരു വേരിറക്കുന്ന അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അത് വേരിറക്കിയാലേ ഉള്ളൂ ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും നിനക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ലീഡ് ചെയ്യത്തുള്ളൂ.
ഇതുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് ഒരു കാറ്റ്, ഒരു കോള് വരുമ്പോഴത്തേക്കും യു ഡു നോട്ട് നോ വാട്ട് ടു ഡു. നിനക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ വരും. പക്ഷേ ഈ വചനം ഉള്ളില് വേരിറക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ യു നോ വാട്ട് ടു ഡു. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അത് സമയമെടുത്ത് വേരിറക്കി വളരുന്ന വിത്താണ്. അത് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26-28 വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. വിത്ത് വിതച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളി ഉറങ്ങി, പിന്നെ പുള്ളി എഴുന്നേറ്റു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും. ഇതെല്ലാം കൂടി ഒറ്റയടിക്കല്ല ഈ വിത്ത് വിളഞ്ഞ് ഇതിന്റെ പുറത്തോട്ട് വരുന്നത്. ആദ്യം ഞാറ്, പിന്നെ കതിര്, പിന്നെയാണ് നിറഞ്ഞ മണിയും വിളയിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നീ ഈ വചനം മെഡിറ്റേറ്റ് ചെയ്ത് നിന്റെ ഉള്ളിൽ ഈ വിത്ത് പാകിക്കഴിയുമ്പോ, നീ ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഓടിച്ചെന്ന് ഈ വചനം ഉപയോഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഡെയിലി, ഇതൊരു ഡെയിലി റിലേഷൻഷിപ്പാണ്. എന്നുമുള്ള ഒരു ബന്ധമാണിത്. പിതാവുമായിട്ടുള്ള ബന്ധം, ഈ വചനമായിട്ടുള്ള ഒരു ബന്ധം. ഈ വചനം ഡെയിലി നീ ഭക്ഷണം കഴിക്കുന്നത് പോലെ മെഡിറ്റേറ്റ് ചെയ്ത് നിന്റെ ഹൃദയത്തിൽ ഇത് വിത്ത് പാകി അത് വളർന്നു വരാൻ സമയമെടുക്കും. ആദ്യം ഞാറും പിന്നെ കതിരും പിന്നെ ഫുൾ ഗ്രെയിൻ. ദിസ് ഈസ് എ ഡെയിലി റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഇത് ദിവസവുമുള്ള ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്, യേശുവായിട്ടുള്ളൊരു ബന്ധമാണ്, പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധമാണ്, പിതാവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് നിനക്ക് ബോൾഡ്നസ് വരുന്നത്, നിനക്ക് ധൈര്യം വരുന്നത്, ശക്തി വരുന്നത്. എതിർക്കാൻ, പിശാചിനെ എതിർക്കാൻ, മുന്നേറുവാൻ. എവിടെ നിന്നാണ് നിന്റെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ജ്ഞാനമുണ്ടാകാൻ. ദിസ് ഈസ് എ ഡെയിലി വാക്ക് വിത്ത് ജീസസ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.